ഭാരത് മാതാ സങ്കല്പം അതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. വർഷക്കാലമായി ഈ ഭാരതത്തിലെ ജനങ്ങൾ സ്വന്തം നാടിനെ അമ്മയായി കരുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാലത്ത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളിൽ ദേശാഭിമാനവും രാജ്യസ്നേഹവും ജ്വലിപ്പിച്ചത്. അവരുടെ ഹൃദയങ്ങളിൽ നാടിനെ സ്നേഹിക്കുന്ന ഒരവബോധമുണ്ടാക്കാൻ പ്രേരണ ചെലുത്തുന്ന ഒരു പ്രചോദന സ്രോതസ്സായി എന്നുമെന്നും ഭാരത് മാതാ സങ്കല്പമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മന്ത്രി പ്രസാദ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റുകാർ പോലും ഒരു കാലത്ത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കടലമ്മ എന്നാണ് വിളിക്കാറ്. കടലിനെ കടലമ്മയായി തന്നെ കാണാറുണ്ട്. അങ്ങനെ ഭാരതത്തിൽ അമ്മ എന്ന സങ്കല്പം വളരെ ദീർഘനാളുകളോളമായിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു മതചിഹ്നമായി കണ്ട് അത് ബഹിഷ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഭാരതത്തിലെ ജനങ്ങൾ അവരുടെ വിശ്വാസം, അവരുടെ സങ്കല്പം അത് ഒരു നാടിനെ ഒന്നാകെ അമ്മയായി കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ നിഷേധിക്കുന്ന, നിന്ദിക്കുന്ന, അവമതിപ്പുണ്ടാക്കുന്ന നിലപാട് ഒരു മന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നത് ഒരിക്കലും ക്ഷമിക്കാവുന്നതോ സഹിക്കാവുന്നതോ അല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ നാടിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് എന്ന് വ്യക്തമാക്കണം. ഇപ്പോൾ നടന്ന യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ പോലും ഈ നാട്ടിലെ ജനങ്ങൾ ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ സ്വത്വത്തെ, അസ്മിതയെ ഉയർത്തിപ്പിടിച്ചത്. ജവാന്മാർ പോലും അതിർത്തികളിൽ അവർ അമ്മയുടെ മാനം കാക്കാനാണ് ഈ നാടിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് മന്ത്രി പ്രസാദിൻ്റെ നടപടി തീർത്തും അപലപനീയമാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എന്തിലും മതത്തെ കാണുക, എന്തിലും വളരെ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി വീക്ഷിക്കുക, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഒരു കാലത്ത് ഇവിടുത്തെ കാവുകളോട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരോധമായിരുന്നു. അതിനെതിരെ അവർ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഒരു കാലത്ത് സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് കാവുകളൊക്കെ വെട്ടി നശിപ്പിച്ചത്. പക്ഷേ ഇതേ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ, എന്തുകൊണ്ടാണ് ഇപ്പോൾ കാവുകൾക്ക് കോടിക്കണക്കിന് രൂപ സംരക്ഷിക്കാൻ വേണ്ടി ബജറ്റിൽ വകകൊള്ളിച്ചത്? എന്തുകൊണ്ടാണ്? കാരണം ഒരു സങ്കല്പത്തിലൂടെ മാത്രമേ ജനസമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർത്താൻ പറ്റൂ. അവരുടെ ഹൃദയാന്തരാളത്തിൽ വൈകാരികമായ ഒരു ജ്വലനമുണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ശാശ്വതമായി ഒരു നാടിനെയോ ഒരു സംസ്കാരത്തെയോ സംരക്ഷിക്കാൻ കഴിയൂ. നമ്മുടെ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്. ഒരിക്കൽ ഒരു കാലത്ത് നിലവിളക്ക് കൊളുത്തുന്നത് മതാചാരമെന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നിലവിളക്ക് കൊളുത്തുന്നില്ല. കാരണം ഇതൊക്കെ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഒരു കാലത്ത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദം ഉയർത്തിപ്പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ശരിയാണ്, അക്കാലത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യத்தைയും എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കി വരികയാണ്. അവരൊക്കെ ഇപ്പോൾ സാങ്കല്പികമായ വൈകാരികമായ വിഷയങ്ങളിൽ അവർ തിരുത്തൽ നടത്തി വരികയാണ്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് മാറിയേ പറ്റൂ. കാലമുയർത്തുന്ന പരീക്ഷണങ്ങളെ, വെല്ലുവിളികളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായി ഉയർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം. ഈ ഭാരതമാതാവിനെയും അവർ അംഗീകരിക്കും. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അവർ അംഗീകരിച്ചേ മതിയാവും.